സ്റ്റെഫിയോടുള്ള പ്രണയം മനസ്സിൽ കയറിയ ഉണ്ണിക്കുട്ടന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റമുണ്ടാകുന്നു. നീണ്ട നാളത്തെ ജയിൽവാസത്തിനു ശേഷം മനസ്സിജൻ പുറത്തിറങ്ങുന്നു. മനസ്സിജൻ യാദൃച്ഛികമായി ഹരിനാരായണനെ പരിചയപ്പെടുന്നു. കുഞ്ഞുമണിയെ കണ്ടെത്തുക മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് പിച്ചളയോട് പറയുന്ന മനസ്സിജൻ. തുടർന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ സന്തോഷിച്ചിട്ടില്ല. എന്താടി അതിനെ? നിനക്ക് വിശേഷം വല്ലുണ്ടോ? പച്ചമാങ്ങ തോന്നുന്നുണ്ടോ? എന്റെ മനുഷ്യ, എനിക്ക് പച്ചമാങ്ങ പഴുത്ത മാങ്ങ ഒന്നും വേണ്ട. വേണ്ടേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത്? അതോ, ഞാനേ ഇപ്പൊ ഒരു സീൻ കണ്ടിട്ട് വരിക. സീനാ? എന്ത് സീന്? ഉണ്ണിക്കുട്ടൻ അവളെ മുറിക്ക് പുറത്താക്കി. ആരെ? കനിയെയോ? പിന്നല്ലാതെ ആരെ? അന്നേരം അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അവനമ്പിളിയേട്ട. അതേന്നേ, അവള് വെള്ളിടി ഏറ്റ പോലെ ഒറ്റ നിപ്പങ്ങ് നിന്നുപോയി. ഉണ്ണിക്കുട്ടന്റെ കയ്യിന്ന് ആദ്യത്തെ അടി അമ്പിളിയേട്ട അവക്ക് കിട്ടിയിരിക്കുന്നത്. നേരാണോ? അവനിങ്ങനെ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നും എനിക്ക് മനസ്സിലായി. പെണ്ണ്. പെണ്ണോ? അതെ അമ്പിളിയേട്ട, അമ്പിളിയേട്ടൻ പറഞ്ഞത് നേരാ. അവനൊരു പ്രേമമുണ്ട്. അവന്റെ പ്രേമപരവേശം മുഴുവൻ ഞാൻ കണ്ടതാ. ഫോൺ എടുക്കുന്നു, കോൾ ചെയ്യുന്നു. കൂട്ടിലിട്ട വെരുകിനെ പോലെ അവൻ ആ മുറി കിടന്ന് ഞെലിപിരി കൊള്ളുക. ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ അവന്റെ കൂടെ ഇന്നലെ ഒരു പെണ്ണുണ്ടായിരുന്നു? വിശ്വാസമായി. ആ പെണ്ണ് അവനെ വല്ലാണ്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. മോനെ ഉണ്ണിക്കുട്ട, എന്താ അമ്പിളിയേട്ടാ? വീക്കെൻഡ് ശരിക്കും അടിച്ചു പൊളിച്ചല്ലേ? 6ാം ക്ലാസ് പഠിക്കുന്ന ഏത് ഞാഞ്ഞൂളിനെ വിളിച്ചു ചോദിച്ചാലും അവൻ പറയും അവന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന്. അല്ല, ഈ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരാൾക്ക് ഒരു ഗേൾഫ്രണ്ട് ഇല്ലാന്ന് വെച്ചാ അതൊരു വലിയ ലജ്ജയല്ലേ? ഞങ്ങളതെ ഒരു ലവ് മാരേജ് ആയിരുന്നു. പ്രേമം എന്ന് വെച്ചാ മുടിഞ്ഞ പ്രേമം. ചന്ദ്രനിലും ചൊവ്വയിലും കൊള്ളാത്തത്ര സ്വപ്നങ്ങളും. പെണ്ണായ ദേ ഈ ആതിരെ പോലെ വേണം. എനിക്കൊരിടം വരെ ഒന്ന് പോണം. കണ്ണടച്ച് പാല് കുടിക്കുന്നൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് കരുതരുത് കേട്ടോ. ആരാടാ പെൺകുട്ടി? ഏത്? ഇന്നലെ നിന്നോടൊപ്പുണ്ടായിരുന്ന ആ പെൺകുട്ടി ആരാടാ? അതെ, പ്രണയിക്കുന്നവരാരായാലും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഉണ്ണിക്കുട്ടന് എന്തെങ്കിലും ഹെൽപ്പ് ഇക്കാര്യത്തിൽ വേണമെങ്കിൽ ഈ ഞങ്ങളുണ്ട്. ഷെയർ ചെയ്യാൻ മറക്കണ്ടോ. അല്ല, ആരായിരുന്നു പെൺകുട്ടി? ഒന്ന് പറയടാ, ആരാടാ? അതിരെ അവൻ പിടിത്തരില്ല. പപ്പയുടെ ബൈക്ക് ഓടിച്ച് പോവാൻ പോവാണ്. ഞാനും വരുന്നു ഉണ്ണിക്കുത്ത. എന്നെ ഇരുത്തി ഉണ്ണിക്കുത്ത ഒത്തിരി ദൂരം പോണം. വേണ്ട മണിക്കുട്ടി, ഞാൻ വരും. ഞാൻ പിടിച്ചിരുന്നോളാം ഉണ്ണിക്കുത്ത. എനിക്കും കേറണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കേറട്ടെ ഉണ്ണിക്കുത്ത? ഏഞ്ചലെ, എന്നൊന്ന് സഹായിക്കേ. ഞാൻ കേറട്ടെ. ഞാനേ എന്റെ ഉണ്ണിക്കുത്തിന്റെ കൂടെ ബൈക്കിൽ പോവാൻ പോവാ. വേണ്ടെന്ന് പറഞ്ഞില്ല നാശം.
ചീത്തയാ. എന്തിനാ എന്നെ തള്ളിയിട്ട്? എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ ഒത്തിരി കരഞ്ഞില്ലേ? എന്തിനാ ഉണ്ണിക്കുട്ടനെ കരയിച്ച്? ഞാൻ വീണിട്ട് ഉണ്ണിക്കുട്ടൻ കരയല്ല മണിക്കുട്ടി എന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ച പോലും ഇല്ല. ഉണ്ണിക്കുട്ടൻ ചീത്തയാ കരീമ. എന്നോടിപ്പോ ഒരു സ്നേഹമില്ല. സ്നേഹമൊക്കെ ഉണ്ട് മോളെ. മോളി അവസ്ഥയില് ബൈക്കിൽ കയറിയ മറിഞ്ഞു വീഴില്ലേ? മോള് വാശി പിടിച്ചപ്പോ ഉണ്ണിക്കുട്ടന് ദേഷ്യം കയറി. അതാ ഉണ്ണിക്കുട്ടൻ അങ്ങനെ പെരുമാറിയത്. അല്ല, ഉണ്ണിക്കുട്ടൻ എന്നെ ഇപ്പൊ കണ്ടുകൂടാ. ഞാൻ അടുത്തിരിക്കുന്ന പോലും ഇഷ്ടമല്ല. എനിക്കൊന്നും കാണാൻ പറ്റത്തോണ്ടായിരിക്കും ഉണ്ണിക്കുട്ടൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞത്. അല്ല കരീമ? മോളെ ഉണ്ണിക്കുട്ട, എന്ന് മുതലാ ഞങ്ങൾ നിനക്ക് അന്യരായത്? ചോദിച്ചത് കേട്ടില്ലേ? ഈ കുരുന്നു മനസ്സിനെ വെറുക്കാനും വേദനിപ്പിക്കാനുള്ള മനസ്സുറപ്പ് നിനക്ക് എവിടുന്നാ ഉണ്ടായത്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓഹോ, അപ്പൊ ഇവളെ തള്ളിയിട്ടതിലും സങ്കടപ്പെടുത്തിയതിലും നിനക്കൊരു കുറ്റബോധം ഇല്ലല്ലേ? ഞാനിപ്പോ എന്താ വേണ്ടത്? ഇവളെ നോക്കി ഏതു നേരം ഇതിനകത്തിരിക്കണോ? കനിച്ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. പിള്ളേര് കളിക്ക് കൂടാനുള്ള പ്രായമല്ല എന്റേത്. എനിക്ക് എന്റേതായ പ്രൈവസിയും ഫ്രീഡം ഒക്കെ വേണം. ഇതിനകത്തേക്ക് വന്നു കയറുന്നൊരു നിമിഷം പോലും ഇവള് കാരണം സ്വസ്ഥത കിട്ടില്ലെന്ന് വെച്ചാ ഉണ്ണിക്കുട്ട, നീ ആരെയായി വേദനിപ്പിക്കുന്നറിയോ? വേണ്ട കരീമ, ഉണ്ണിക്കുട്ടനോട് മിണ്ടണ്ട. ഉണ്ണിക്കുട്ടൻ ചീത്തയാ. കേട്ടല്ലോ നീ? ഇങ്ങനെ ഒരു സാഹചര്യം നീയായിട്ടുണ്ടാക്കിയതാ. നിന്റെ പെരുമാറ്റം ഈ കുരുന്നു മനസ്സിനെ താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വെറുക്കാനും വേദനിപ്പിക്കാനും വേണ്ടിയാണ് ഉണ്ണിക്കുട്ട മണിക്കുട്ടിക്ക് വേണ്ടി നമ്മൾ എല്ലാ പരീക്ഷണങ്ങളെ അതിജീവിച്ചു വന്നത്. നീ വന്ന വഴി മറക്കുകയാണോ? മണിക്കുട്ടിക്ക് മാത്രമേ ജീവിതമുള്ളൂ. ചേച്ചിയുടെ പറച്ചില് കേട്ടാ തോന്നും ജീവിത അവസാനം വരെ ഞാൻ എന്റെ ജീവിതം മറന്ന് മണിക്കുട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യണമെന്ന്. എന്നെ അതിന് കിട്ടില്ല. ഇത്രയും കാലം മണിക്കുട്ടി കനിച്ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചു. ഇനി എനിക്കതിനാവില്ല. കനിച്ചേച്ചിയുടെയും മണിക്കുട്ടിയുടെയും ജീവിതം കരപിടിച്ചില്ലേ? എനിക്ക് എന്റേതായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. ഉണ്ണിക്കുട്ട, മണിക്കുട്ടി ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിലാ. അത് മറന്നിട്ടാ നീ സംസാരിക്കുന്നത്. ഇവിടെ മറ്റാരെക്കാളും ഇവളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് നിനക്ക് മാത്രമേ കഴിയൂ. ആ നിന്റെ നാവിന്ന് ഇങ്ങനെ വീണ അത് ദൈവം പൊറുക്കില്ല. കനിച്ചേച്ചിയുടെ ജീവിതത്തിൽ ഇവളൊരു ഭാരമാണെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടേ തള്ളിയേക്ക്. ആ വീട് ശരിയാവില്ലടാ. നീ രണ്ടാമത് പറഞ്ഞ ആ വീടില്ലേ, അത് കൊള്ളാം. എളുപ്പത്തിൽ കയറി പറ്റാനും കാര്യമായിട്ട് എന്തെങ്കിലും തടയാനും പിടി വീഴാതെ രക്ഷപ്പെടാനും പറ്റിയ വീട് അത് തന്നെയാ. നീ ആ വീടും പരിസരമൊക്കെ നന്നായിട്ടൊന്ന് പഠിക്ക്. ഇങ്ങനെ ആവേശം കാണിക്കല്ലേ, ഇതാണ് നിന്റെ കുഴപ്പം. ഇന്ന് പറ്റില്ല. ഇന്ന് അമാവാസ്യ. തസ്കരന്മാർക്ക് അത്ര നല്ല ദിവസം അല്ല. നീ വല്ലതും കഴിച്ചോ? എന്നാ ശരി, രാവിലെ ഞാൻ വിളിക്കാം. ശിഷ്യനബായി അൻപഴകൻ. നമ്മുടെ പണിക്ക് കൈസഹായത്തിനൊരുത്തനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവനാ വിളിച്ചത്. ആള് സാധുവാ, പരമസാധു. കൂടെ കൂടിയ സമയത്ത് പണിയൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഇത്തിരി തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ അവനെ കൂടെ കൊണ്ടു നടക്കണേൽ ഒരു കാര്യമുണ്ട്. പിച്ചളെ, ഈ മോഷണം പിടിച്ചുപറി എന്നൊക്കെ പറയുന്നത് അത്ര നല്ല പണിയൊന്നുമല്ല. പിച്ചളെ ഇത് അവസാനിപ്പിക്കണം. അയ്യോ ബായ്, 2 വയറ് കഴിഞ്ഞു പോകുന്നത് ഈ പണിയുണ്ടാ. ബായെ പോലെ ജയിലിലായിരുന്നെങ്കിൽ സർക്കാർ ചെലവിൽ ആഹാരവും വെള്ളവും കിട്ടുമായിരുന്നു. പഴയതുപോലെ അല്ല ബായ് ഈ പുറത്തുള്ള ജീവിതം ഉണ്ടല്ലോ. എന്നെപ്പോലെ വെളിപ്പറമ്പിൽ കിടക്കുന്നവനും ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ ഒരു 100-300 രൂപയെങ്കിലും കയ്യിൽ വേണം. ഞാൻ നോക്കിയിട്ട് ഒരു മുതൽ മുടക്കില്ലാത്ത പണി മോഷണ. ഇപ്പം മുറുക്കാൻ കടകളിൽ വരെ CCTV വെച്ചിരിക്കല്ലേ, അതിന്റെ ഒരു റിസ്ക് ഇത്തിരി കൂടും. അതൊരു ത്രില്ലാ ബായി.
പിച്ചളെ, നമ്മൾ കട്ടും മോഷ്ടിച്ചും ജീവിച്ചവരൊന്നും അല്ലായിരുന്നു. ഈ ലോകം മുഴുവൻ കെട്ടവരാ ബായി. കൊണ്ടും കൊടുത്തും കൊന്നും കൊലവിളിച്ചും ചതിച്ചും വഞ്ചിച്ചും അപഹരിച്ചും ചൂഷണം ചെയ്തും ജീവിക്കുന്നവർ. ഇത് കലികാലാണ് ബായി. നല്ലവന് നാശമുണ്ടാവും, നന്മയ്ക്ക് മുകളിൽ തിന്മകളെ ജയിക്കും, ഇരയ്ക്ക് പകരം വേട്ടക്കാരനെ നീതി കിട്ടൂ. അതുകൊണ്ട് അല്ലറ ചില്ലറ തോന്നിവാസങ്ങൾ കാണിക്കുന്നവർക്ക് ഇവിടെ ജീവിതമുള്ളൂ. ഇതൊക്കെ പിച്ചളയുടെ വെറും തോന്നലം അനുഭവല്ലേ ബായി നമ്മുടെയൊക്കെ ഗുരു. വയലോരം വീടെന്ന അന്തസ്സും അഭിമാനമുള്ളൊരു തറവാട്, അവിടെ ബായിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കുട്ടിമണിപ്പെങ്ങൾ, നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞ്, അന്നവും സ്നേഹവും വാരിക്കോരി തരുന്ന വീട്ടുകാര്, അവർക്കെല്ലാവർക്കും വേണ്ടി ശുദ്ധനും നല്ലവനുമായി ജീവിച്ച ബായിക്ക് ഒടുക്ക എന്താ സംഭവിച്ചത്? പറബായി. ക്ഷമിക്കാനും സ്നേഹിക്കാനും മനസ്സ് കാണിച്ച എന്റെ ബായിക്ക് ഒടുക്ക എന്താ സംഭവിച്ചത്? പിച്ചളെ, നഷ്ടങ്ങള് മാത്രം. എന്റെ കുട്ടിമണി പെങ്ങളുടെ ചലനമറ്റ ശരീരം അവസാനമായിട്ടൊന്ന് കാണാനുള്ള യോഗെങ്കിലും ബായിക്കുണ്ടായോ? അമ്പിളി മാമനെ പോലുള്ളൊരു കുഞ്ഞിനെ ഒന്ന് താലോലിക്കാനുള്ള ഭാഗ്യം ബായിക്കുണ്ടായോ? ഒടുക്കൊരു കൊലയാളി ഇങ്ങനെ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വന്നത് വേറെ ആരുമല്ല, ഇങ്ങനെ കൺമുന്നിലിരിക്കുന്ന എന്റെ ബായന്. നല്ലവനായി ജീവിക്കുന്നവന് ഈ ഇഹലോകെന്ന് പറയണത് നരകാണ് ബായ്. നഷ്ടങ്ങളും നാശങ്ങളും മാത്രമേ ബാക്കിയുണ്ടാവൂ. ശരിയാ പിച്ചളെ, നല്ലവന്റെ വഴി അത്ര സുഗമമായിരിക്കില്ല. പക്ഷേ നേരും നെറിയില്ലാതെ ജീവിച്ച അതിനെ ജീവിതം എന്ന് വിളിക്കാൻ പറ്റുമോ പിച്ചളെ? ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് മുൻവിധിയില്ലാത്തൊരു പോക്കല്ലേ? രവിയേട്ടൻ്റെ പെണ്ണായിട്ട് വയലോരം വീട്ടിലേക്ക് വന്നു കയറിയവൾ എൻ്റെ കുട്ടിമണിയുടെ ജീവൻ എടുക്കുമെന്നും എന്നെ ജയിലിൽ കയറ്റുമെന്നും എൻ്റെ കുഞ്ഞുമണി എനിക്ക് നഷ്ടപ്പെടുത്തുമെന്നുള്ള ഒരു മുൻവിധി ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാൻ അവളെ കൊന്ന് സെപ്റ്റി ടാങ്കി താഴ്ത്തുമായിരുന്നു. പക്ഷേ ജീവിതം അങ്ങനെ ഒരാളെ കൊല്ലാനും കൊലവിളിക്കാനും ഒന്നും ഉള്ളതല്ലല്ലോ പിച്ചളെ. ഏത് ദുർവിധിയുടെ നടുക്കടലിലും പ്രത്യാശയുടെ ഒരു മറുകരയുണ്ട്. ആ കര പിടിക്കാൻ വേണ്ടിയുള്ളൊരു തുഴച്ചിലുമുണ്ട്. പിച്ചളെ, ഞാൻ ജീവപര്യന്ന് കഴിഞ്ഞിറങ്ങിയത് ഇനി ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, ഒരാളെ തേടി കണ്ടുപിടിക്കാനാ. എൻ്റെ ചോരയെ, മരിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കുഞ്ഞുമണിയെ. ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തും പിച്ചളെ. ഞാൻ അവളെയും അവൾ എന്നെയും തിരിച്ചറിയും. ഇനിയുള്ള എൻ്റെ ഈ ജീവിതം എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ കുട്ടിമണി പറയുന്നുണ്ട്. ബായി. അതെ പിച്ചളെ, പിച്ചളെ എൻ്റെ കുഞ്ഞിനെ തേടി ഇതുവരെ അലഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവളെ നേരിക്കാണാനും തിരിച്ചറിയാനും അധികം താമസിയാതെ എനിക്ക് കഴിയുമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് അവൾ പറയുന്നുണ്ട്. എൻ്റെ കുട്ടിമണി പെങ്ങളുടെ ആത്മാവിന് ശക്തി ഉണ്ടെങ്കിൽ ബായിയെ മനസ്സും മെയ്യും അറിയാണ്ട് കുഞ്ഞുമണിക്ക് അരികിലെത്തിക്കും. 14 വർഷം കഴിഞ്ഞില്ലേ ബായ്? കുഞ്ഞുമണി ഇപ്പൊ വളർന്ന് വലിയൊരു പെൺകുട്ടി ആയിട്ടുണ്ടാവും. കുട്ടിമണി പെങ്ങളെപ്പോലെ ചന്തക്കാരിയായിരിക്കും അവളും. ശിക്ഷ കഴിഞ്ഞ ഉടനെ ബായിക്ക് മോചനം കിട്ടിയെങ്കിൽ അത് കുഞ്ഞുമണിക്ക് അരികിലെത്താൻ വേണ്ടി തന്നെ. ബായി, കുഞ്ഞുമണിയെ തേടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബായി അവളെയും കൊണ്ട് വയലോരത്തേക്ക് പോണം. ഇല്ല പിച്ചളെ, ഇനി വയലോരത്തേക്കില്ല. എൻ്റെ കുട്ടിമണിയുടെ ആത്മാവ് അന്തി ഉറങ്ങുന്ന മണ്ണ. എന്നാലും ആ മണ്ണിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവില്ല. വയലോരം വീട്ടിൽ കഴിയേണ്ടി വരുന്ന ഓരോ ദിവസവും എൻ്റെ കുഞ്ഞിന് ഈ അച്ഛൻ്റെ ദുർഗതി പിടിച്ച ഇന്നലകളെക്കുറിച്ച് ഓർത്ത് പേടിക്കാനും കരയാനും മാത്രമേ നേരമുണ്ടാവുള്ളൂ. ഞങ്ങൾ എവിടെയാണെങ്കിലും എൻ്റെ കുട്ടിമണിയുടെ ആത്മാവ് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ പിച്ചളെ. മതി, അത് മതി എൻ്റെ ബായി. ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുമണിക്ക് ഒരു അച്ഛനെ മാത്രമായിരിക്കില്ലേ കിട്ടുക.
ഒരമ്മാവനെ കൂടിയായിരിക്കും. ഭായി, ഞാൻ ഈ പണി നിർത്താം. ഇനി മോഷ്ടിക്കില്ല എന്ന് സത്യം ചെയ്യാം. പക്ഷെ അത് നമ്മുടെ കുഞ്ഞു മണിയുടെ തലയിൽ തൊട്ടുകൊണ്ടാകുന്നു മാത്രം. അതെ ഭായ്, വയറ് നിറയ്ക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമല്ല ഭായ്, കുഞ്ഞുമണിയെ കണ്ടെത്താനുള്ള ഒരു ഉപാധിയായിട്ട് കൂടിയാ ഞാൻ ഈ പണിയും കൊണ്ട് നടക്കുന്നത്. വിച്ചലേ, ഉറങ്ങുന്നില്ലേ? എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. ഞാൻ ഡോക്ടർ മാത്യു പോളിനെ വിളിച്ചിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? മണിക്കുട്ടിക്കൊരു സർജറി വേണ്ടിവരും. കാഴ്ച തിരികെ കിട്ടുമോ? കിട്ടും. പക്ഷേ അത് ഭാഗികമായിരിക്കുമെന്ന് ഡോക്ടർ ഒരു ആശങ്ക പറഞ്ഞു. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞു, തിരികെ ലഭിക്കുന്ന കാഴ്ചയ്ക്ക് എത്ര കാലത്തെ സ്ഥിരതയുണ്ടാവുമെന്ന് പറയാനാവില്ലത്രേ. വീണ്ടും കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു പക്ഷേ ഒരു കാലത്തും മണിക്കുട്ടിക്ക് കാഴ്ചശക്തി തിരികെ കിട്ടിയെന്നും വരില്ലെന്ന്. പക്ഷെ എനിക്കുറപ്പുണ്ട്, ഡോക്ടർ മാത്യു പോളിന്റെ ട്രീറ്റ്മെന്റ് നമ്മുടെ മണിക്കുട്ടിക്ക് കിട്ടിയാൽ മണിക്കുട്ടി സുഖപ്പെടും. കണ്ണുകൾക്ക് സ്ഥിരമായ കാഴ്ചശക്തിയും കിട്ടും. മെഡിക്കൽ റിപ്പോർട്ടുകളിൽ വിശദമായ ഒരു പഠനത്തിന് ശേഷം ഡോക്ടർ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം കനി, നമ്മുടെ മണിക്കുട്ടിക്ക് വേണ്ടി നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. കനിയുടെ ഈ ജീവിതം തന്നെ മണിക്കുട്ടിക്ക് വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. പ്രാർത്ഥന കൊണ്ട് മനസ്സിന് ഈശ്വരൻ തരുന്ന വലിയൊരു ബലമുണ്ടല്ലോ, ആ ബലം തന്നെയാ നമുക്കിനി വേണ്ടതും. പപ്പ, മോളുറങ്ങിയില്ലായിരുന്നോ? ഇല്ല കനി ആന്റി, എനിക്ക് ഉറക്കം വരുന്നില്ല. മണിക്കുട്ടി ഇറങ്ങി, കരഞ്ഞു കരഞ്ഞ് തളർന്ന ഉറങ്ങിയത്. ഉണ്ണിക്കുട്ടന്റെ മാറ്റത്തിൽ മണിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ സങ്കടം നമുക്ക് മാറ്റണം. എങ്ങനെ? മോളെ, മണിക്കുട്ടിയോടൊപ്പം നാളത്തെ ദിവസം നമ്മൾ ആഘോഷിക്കും, പോരെ? ഹായ്, താങ്ക് യു പപ്പ. മക്കളുടെ സങ്കടം മാറ്റേണ്ടത് ഒരച്ഛന്റെ കടമയല്ലേ, ഒപ്പം ഭാര്യയുടെ. മണിക്കുട്ടി, ഞാൻ എടുത്തായിരുന്നോ? വേണ്ട, ഞാൻ എടുത്തോളാം. മണിക്കുട്ടി, മുമ്പോട്ട് പോ, നേരെ പോ.
എന്റെ ബോൾ ഒന്ന് എടുത്തരോ? എന്തോന്നും മിണ്ടാത്തെ? എന്റെ ബോള് കണ്ടോ? മണിക്കുട്ടിക്ക് കണ്ണു കണ്ടൂടാ. എന്റെ ബോളൊന്ന് എടുത്തരോ? തരാം മോളെ. ഇതല്ലേ മണിക്കുട്ടിയുടെ ബോള്? ബോളിന്റെ നിറം എന്താന്ന് എനിക്കറിയില്ല. ഇവിടെ ഒത്തിരി ബോൾ കിടക്കുന്നുണ്ടോ അങ്കിളെ? ഇല്ല, ഇവിടെ മണിക്കുട്ടിയുടെ ഈ ബോള് മാത്രമേ ഉള്ളൂ. ആ, ഇതെന്റെ ബോളാ. നല്ല അങ്കിള്. എന്താ അങ്കിളുടെ പേര്? എന്റെ പേര് മനസ്സിജൻ എന്നാ. അയ്യോ, ഇതെന്താ പേരാ? മസിജൻ. മസിജൻ അല്ല, മനസ്സിജൻ. മസിജൻ. അയ്യോ, ഈ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആരങ്കിൾ ഈ പേരിട്ടെ? മണിക്കുട്ടിക്ക് ഈ പേരിട്ടതാരാ? എന്റെ കനിമ. മണിക്കുട്ടി വാ കളിക്കാം. ഏഞ്ചൽ വിളിക്കുന്നു. മസിജാങ്കിളെ, ഞാൻ പോവാ. വേഗം വാ, ദാ വരുന്നു. അയ്യോ മോളെ. അയ്യോ അയ്യോ, എന്റെ ബോള്. മസിജാങ്കിളെ, എന്റെ ബോള് പോയി. വാ മോള് വാ. മസിജാങ്കിളെ, എന്നെ എന്റെ ഏഞ്ചലിന്റെ അടുത്ത് കൊണ്ടുപോവോ? ആ, കൊണ്ടുപോവാ. വാ നടക്ക്. ദേ അങ്ങോട്ട്. മനസ്സിജൻ. മോള് പോയി കളിച്ചു. മനസ്സിജ. ആ സാറേ. ജോലിയൊന്നും ആയില്ലേ? ഇല്ല സാറേ, എന്നെ പോലെ ഒരാൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒരു ജോലി കിട്ടില്ലല്ലോ സാറേ. എവിടെയെങ്കിലും എന്തെങ്കിലും അവസരം ഉണ്ടായാൽ തന്നെ പേരോ മേൽവിലാസോ ചോദിച്ചാൽ ഞാനുള്ളതൊക്കെ അങ്ങ് വിളിച്ചു പറയും. ജയിൽ പുള്ളി, ജീവപര്യന്തം എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും വണ്ടിയുടെ ചാവി എടുത്ത് തരാൻ തോന്നുന്നു സാറേ. മനസ്സിജ, തിരുമുറ്റം കമ്പനി എന്ന പേരിൽ എനിക്കൊരു സ്ഥാപനമുണ്ട്. ധാരാളം വണ്ടികളുണ്ട്. അതിലൊന്നിന്റെ ചാവി വെച്ച് നീട്ടിയാൽ താൻ സ്വീകരിക്കുമോ? അയ്യോ, അത് വേണ്ട സാറേ, അത് ശരിയാവത്തില്ല. സാറിനിപ്പോൾ എന്നോട് തോന്നുന്നത് സഹതാവാ. അതിൻ്റെ പേരിലൊരു ജോലി എനിക്ക് വേണ്ട സാറേ. സാറിൻ്റെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി. സാറിൻ്റെ മൂത്ത മോൾക്ക് കണ്ണ് കണ്ടൂടല്ലേ സാറേ? പാവം, നല്ല മോളാ.